ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെറുതെ വിട്ടു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റവിമുക്തനാക്കിയത്. ഫസൽ വധക്കേസിൽ ആർ.എസ്.എസ്. ബി.ജെ.പി. പ്രവർത്തകരെ പ്രതികളാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിലായിരുന്നു ഈ കള്ളക്കേസ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, പറയൂ. ശ്യാമ, ഏറെ നാളത്തെ വേട്ടയാടലിന് ശേഷമാണ് കെ സുരേന്ദ്രനെ കോടതി തന്നെ കുറ്റവിമുക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയം ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തൊരു കേസായിരുന്നു തലശ്ശേരിയിലെ ഫസൽ വധക്കേസ്. അതിൽ CPM-കാർ മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കേസാണ് എന്ന് തുടക്കം തൊട്ടേ ആരോപണം ഉയർന്നൊരു കേസ് കൂടിയായിരുന്നു. ആ കേസ് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അടക്കം പ്രതികളായ കേസ് പിന്നീട് BJP RSS പ്രവർത്തകർക്ക് മേൽ കെട്ടിവെക്കാനുള്ള ശ്രമം പോലീസിന്റെ സഹായത്തോടെ CPM നടത്തുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. അതിന്റെ ഭാഗമായി BJP പ്രവർത്തകനായ സുധീഷിനെ മറ്റൊരു കേസിൽ എന്ന വ്യാജേന പിടികൂടി കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ച് അത് BJP പ്രവർത്തകരാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. അന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ ശക്തമായ പ്രതികരണമാണ് നടത്തിയത്. ഇത് ഈ പോലീസ് CPM-ന് അനുകൂലമായി BJP പ്രവർത്തകരെ കേസിൽ കൊടുക്കാനുള്ള ശ്രമം അത് അംഗീകരിച്ച് കൊടുക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ പുറമെയും പൊതു സ്ഥലത്തും ഇതുപോലെ തന്നെ ശക്തമായ വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെയാണ് ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ഡിവൈഎസ്പി ആയിരുന്ന സദാനന്ദൻ ഒരു പരാതി കണ്ണൂർ SP-ക്ക് നൽകിയത്. അതിന്റെ പുറത്താണ് നീണ്ടകാലത്തെ വിചാരണയ്ക്ക് ശേഷം ഇന്നിപ്പോൾ കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ഏതാണ്ട് 2018 തൊട്ടേ ആ കേസിന്റെ വാദം ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ആ കേസാണിപ്പോൾ നീണ്ടകാലത്തെ വാദത്തിനും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിൽ കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നീതി ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. എങ്ങനെയാണ് ഒരു കേസ് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ കേസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ അദ്ദേഹം നടത്തിയ ഒരു രാഷ്ട്രീയ വിമർശനത്തിൽ ഡിവൈഎസ്പിക്കെതിരെയുള്ള ഭീഷണി എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയായിട്ട് വരികയും ആ പരാതി അതൊരു രാഷ്ട്രീയ പ്രേരണയുള്ള ഒരു പരാതിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടത്. തീർച്ചയായും എന്തായാലും കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ സത്യം വിജയിക്കുന്ന സാഹചര്യം ഇപ്പോൾ ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ നിന്നുണ്ടായിരിക്കുകയാണ്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.